പടം കണ്ടില്ലേ? ആ, ഒരു നല്ല സിനിമ. ക്ലാക്ലാ ക്ലിക്കിൽ നസ്രിയ തിരുന്നു വെക്കിയ നല്ലൊരു സിനിമ. ചെറിയ സിനിമ, ആവശ്യത്തിന് ചെറിയ ഫൈറ്റ്, നല്ല 3 പാട്ട്, ആവശ്യത്തിന് കോമഡി, ആവശ്യത്തിന് സസ്പെൻസ്, ആവശ്യത്തിന് റൊമാൻസ്. സിനിമ പണ്ട് വരെ റാംജിറാവ് ഒക്കെ കണ്ട പോലെ ഇന്റർവെല്ല് വരെ പടം കൊണ്ടുപോയിട്ട് അത് ലേശം കൂടി വലിയൊരു സെറ്റപ്പിൽ ഇന്റർവെല്ലാകുമ്പോൾ ഒരു മാറ്റം വരുന്നുണ്ടല്ലോ. അതുപോലെ ആ ഒരു സമയത്ത് ഇതിന് മാറ്റം വരുന്നുണ്ട്. പടത്തിന്റെ ഒരു ഇത് മൂഡ് മാറുന്നുണ്ട്. അങ്ങനെ നല്ല സാധനം, എനിക്കിഷ്ടമായി പടം. ഇനി എന്നോട് പറഞ്ഞൊരു വേഷം ഹരിച്ചേട്ടൻ സംവിധായകൻ അങ്ങനെ പറഞ്ഞ് ഞാനത് എൻ്റെ പരമാവധി ചെയ്ത് അത്രേ ഉള്ളൂ. സാർക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് 2-3 ചെറിയ ചെറിയ കോമഡികളൊക്കെ പറയുമ്പോൾ തന്നെ ആൾക്കാർ കയ്യടിക്കുന്നുണ്ട്. അപ്പൊ സാർക്ക് ഇപ്പോഴും കയ്യടി കിട്ടുന്നുണ്ട്, കിട്ടി തുടങ്ങിയില്ലേ? അതൊക്കെ ആളുകൾ സ്വീകരിക്കുന്നതനുസരിച്ച് ആളുകൾക്ക് നമ്മൾ മനസ്സിലായി തുടങ്ങണം. നമ്മൾ പറയണത് കോമഡിയാണോ, അതിൻ്റെ ഭാഗം സീരിയസ് ആയിട്ട് കാണുകയാണോ എന്നുള്ള. ഇപ്പൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ കാര്യം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഈ തോണി കയറുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കോയ അങ്ങോട്ടാന്ന് നോക്കിയപ്പോൾ ആകാശത്തിലേക്ക് വരുന്നേക്ക് സമയത്ത് ചന്ദ്രനിലൊന്ന് കയറും, എന്തേ വരണോന്നൊക്കെ ചോദിക്കണവർ പറച്ചില് സീരിയസ് ആയിട്ടാ, പിന്നെ കേൾക്കണം ചിരിക്കണം, അങ്ങനെ തോന്നണം. അതാണ് അപ്പൊ ഈ ഉപ്പൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ള ഇപ്പൊ മനസ്സിലായി തുടങ്ങിയോ സിനിമയിലേക്ക് വന്നപ്പോ? ഇപ്പൊ അത് വരാനും നേരത്തെ നാടകവും പരിപാടിയൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ തന്നെ, ജീവിതം തന്നെ കഷ്ടപ്പെട്ടൊക്കെ വന്നത്. ഞാനതൊന്നല്ല, എൻ്റെ ഒരു ഓർമ്മിച്ച കാലം മുതലൊക്കെ ഇപ്പൊ സിനിമ നടനായിരിക്കും. ഇനി മാമുക്കോയൻ്റെ മോന് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കണോണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഇനി ഈ പടം 4 ആൾ കണ്ട അഭിപ്രായം കിട്ടിയാൽ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ മീഡിയക്കാരും സോഷ്യൽ മീഡിയക്കാരും കാണികളും ഒക്കെ തീരുമാനിക്കും. ശത്രുക്കളില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ആര് കണ്ടാലും ചിരിക്കാൻ കഴിയണം, ആർക്കെങ്കിലും വെറുപ്പോ ദേഷ്യം ഉണ്ടെങ്കിലും ഓലൊക്കെ പൊരുത്തപ്പെട്ട് എല്ലാവരോടും നല്ല മനസ്സോടും സ്നേഹത്തോടു കൂടി നിൽക്കുക, മരിക്കണവരെ എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുക എന്നുള്ളൊരു താല്പര്യം ജീവിതത്തിൽ മൊത്തം. അപ്പോൾ നമ്മൾ ആസ്വദിക്കാൻ കഴിയണമല്ലാവണം നമ്മൾ ചുറ്റുപാടുള്ള പോലെ നമുക്ക് ഓരി ആസ്വദിക്കാൻ കഴിയണം. എല്ലാത്തിനും എന്താ പറയാ, നിലപാട് അറിയിക്കുന്ന ഒരാളാണ്. ഏത് കാര്യത്തിനായാലും പോണത് എങ്ങോട്ടാന്ന് മനസ്സിലായി. നിലപാടിലൊരു മാറ്റില്ല, അത് പറഞ്ഞത് പറയുകയും ചെയ്യും. അത് എപ്പോഴാണ് പറയും. ഇപ്പൊ മാമുക്കോയ മരിച്ച സമയത്ത് ലാലേട്ടനും മമ്മൂക്കയും വന്നില്ല എന്നുള്ളൊരു ചർച്ച വന്ന സമയത്തും അതിനായിട്ട് നിലപാട് വ്യക്തമായിട്ട് അറിയിച്ചതാണ്. അപ്പൊ അതുവരെ ചർച്ചയാക്കിയ സമയത്തും ഇക്കൊരു നിലപാടുണ്ട്. അപ്പൊ മാമുക്കോയ എന്നൊരു വലിയൊരു കലാകാരനെ കാണാൻ മമ്മൂക്കയും ലാലേട്ടനും വന്നില്ല എന്നൊരു പറഞ്ഞു അല്ലേ? അപ്പൊ അതിനും പറഞ്ഞത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം അവർക്ക് തിരക്കുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും തിരക്കുണ്ടല്ലോ, എല്ലാവർക്കും തിരക്കുണ്ട്. ആര് നമ്മളങ്ങനെ പ്രഡിക്റ്റ് ചെയ്തിട്ടോ പറയാനോ, ആർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് പറയാൻ കഴിയില്ല. നാളെ അവർ മരിച്ചാൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ശരി, മരണത്തിന്റെ ഒരു കഥ ശരിക്കും ഇപ്പൊ ഈ മരിച്ച ഞാൻ മരിച്ച പേരിന് ഈ മരിച്ച പേരിന് കടം തീർക്കാൻ കഴിയില്ല. അപ്പൊ ഈ മരിച്ചാൽ ഞാൻ വരും, ഞാൻ മരിച്ചാൽ എനിക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വരണ്ട എന്നുള്ള കൂടെ അങ്ങനെ കണ്ടാൽ മതി. അതൊന്നും അങ്ങനെ അവനവൻ്റെ ഇഷ്ടം സൗകര്യം, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം കണ്ടാൽ മതി. അതേപോലെ തന്നെ സലീം കുമാറിന്റെ പേരിൽ ഒരു മഹാനടനാണ് സലീം കുമാർ. അത് ഞാൻ ഇപ്പോഴും പറയണത് അതൊന്നല്ല. അത് ഞാൻ സലീം ചേട്ടനെ എല്ലാവരും ആസ്വദിച്ചത്. സലീം ചേട്ടനോട് എനിക്ക് സന്തോഷവും സ്നേഹവും ഇഷ്ടമുള്ളൂ. ഇതും സലീം ചേട്ടനും മറ്റൊരു ബന്ധമില്ല. ഇത് മുഖ്യമന്ത്രിനോടും എനിക്ക് അതിൽ ദേഷ്യമില്ല, ആ നിലപാടിനോടാണ്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് എന്ന് നമ്മളോട് മുഖ്യമന്ത്രി അടക്കം പൂച്ചപ്പറ്റ ഖജനാവ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു സുഹൃത്തായ നടൻ മരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ പ്രസ്താവന എനിക്കത് പൊതു ഫണ്ട് എടുത്തതിനോട് ഇഷ്ടമല്ലാത്ത. അല്ലാതെ എറണാകുളത്ത് DCC ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ KPCCൻ്റെ ഒരു സെല്ലിൻ്റെ ജില്ലാ ചെയർമാനായിട്ട് കോഴിക്കോട് ജില്ലയിൽ പറഞ്ഞു നിൽക്കാം. ഞാൻ അതിന് അത്രമാത്രം സജീവമായിട്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം അത് ഞാൻ ഈ പ്രാവശ്യം വോട്ട് ചെയ്തിട്ട് സിദ്ദീഖിനാ. അപ്പം ഞാൻ കോൺഗ്രസിനെതിരോ സലീം ചേട്ടനെതിരോ അല്ല. ആ പൈസ പൊതുഫണ്ടായതുകൊണ്ട് പറഞ്ഞു, അതത്ര മതി. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു, എൻ്റെ ഉപ്പയാണ് മഹാനടൻ അങ്ങനെ. അപ്പൊ പലരും കമന്റ് ചെയ്യുന്നത് ഇല്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇപ്പൊ മഹാനടനൊന്നുമില്ല. ആരാ പറഞ്ഞ മഹാനടൻ? ഒക്കെ വെറുതെ പറയണ. ഇപ്പൊ എപ്പോഴും പറഞ്ഞ ഒരു പെരുമാറ്റം, ഞാനൊരു പെരുമാറാ എന്നുള്ളൂ. ഇപ്പൊ സമൂഹം തന്നെ സിനിമന്റെ ഷൂട്ടിങ്ങിന് സത്യേട്ടൻ പറഞ്ഞ, സത്യേട്ടൻ്റെ ഒരു സംസാരത്തിൽ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ, സുരേഷ് ഗോപി ഇപ്പം എൻ്റെ ഷോട്ട് വരുമ്പോൾ ക്യാമറയുടെ വേക്ക് പോയി ഇരിക്കുമല്ലോ. എന്നിട്ട് സുരേഷ് ചേട്ടൻ പറയുമല്ലോ, മാമുക്ക് അഭിനയിക്കേണ്ട എന്തോ ഒരു അഭിനയിക്കണം കണ്ടാൽ ഇതൊരു പണിയേ ഇല്ലാന്ന് തോന്നും, ഭയങ്കര ഈസിയാന്ന് തോന്നുന്നു. അത്തരത്തിനുള്ളത്. അതിനപ്പം ഇപ്പൊ ഒരു മഹാൻ നടന്നില്ല. ഇപ്പൊ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലല്ലേ, നല്ല പൈസയും വാങ്ങിയില്ലേ, സമ്പാദ്യം ഉണ്ടാക്കിയില്ലേ.
അല്ലാതെ മറ്റേ ബാബുരാജ് മരിച്ചെന്നൊക്കെ പറഞ്ഞമാര് അങ്ങനെ ഇതിന്റെ പിന്നാലെ നടന്നു പോയെന്ന് മരിച്ച അങ്ങനെയല്ല. മഹാനടന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒന്നുമില്ല. ആരാ ഉള്ളത്? അങ്ങനെ ആരുമില്ല. ഈ സലീം കുമാറിന്റെ വിഷയത്തില് ഒരുപാട് ജനങ്ങള് നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നു. ഇല്ല 20% പോലും നെഗറ്റീവായിട്ട് പ്രതികരിച്ചില്ല നെഗറ്റീവ്. ഒരുപാട് ആളുകൾ പാപ്പ കിട്ടാത്ത ദേശം തന്നെ. എൻ്റെ പാപ്പ 10 മിനിറ്റ് കൂടുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ മാമുക്കോയ ഒരു തഗ് വരും. ദുനിയാവിൽ ലോകത്തിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇല്ല. ഒരാളില്ലണ്ടോ? ഇല്ല. പിന്നെ ഇപ്പൊ ഒരുപാട് പട്ടിണി അനുഭവിച്ച് അങ്ങനെയൊക്കെ ജയിച്ചു വന്ന അങ്ങനെയൊക്കെ ഇപ്പൻ്റെ കിട്ടാത്തൊന്നുമില്ല. ഇത് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ സർക്കാർ ഫണ്ട് എടുക്കുന്നതിന് എതിർത്ത് പറഞ്ഞതാണ്. വിവാദങ്ങളിലേക്ക് പോകണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. അഞ്ച് പറഞ്ഞ മോശ ഇത്തിരി ഇഷ്ടമാണ്, രണ്ടാൾ ഇത്തിരി ഇഷ്ടം. അല്ല, ഇപ്പൊ നിസാർക്ക ഒരു കലാകാരൻ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ അഭിനയം തുടങ്ങി ഈ ഒരു സിനിമ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളാണ്. അപ്പൊ നിസാർക്കന്റെ വായില് പറയുന്ന കാര്യങ്ങൾക്കും വാല്യൂ ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ചർച്ച തിരിച്ചു വരും. അല്ല നിസാർ അല്ല ഞാൻ പറയാം അല്ലല്ല ഞാൻ പറയാം അങ്ങനെ ചെയ്യാത്തത് കൊണ്ടല്ലാന്ന് വ്യക്തമായിട്ട് പറയാം. രണ്ടാമത്തത് അതിന്റെ വ്യക്തിത്വ നിലപാടാ. ഞാനിപ്പോ ഈ സിനിമയിൽ അഭിനയിച്ചൊരു ബേപ്പൂർ മുരി എന്ന് പറഞ്ഞ കഥാപാത്ര ഞാൻ ഇന്നും നാളെയും രാവിലെ മറ്റന്നാളൊക്കെ ബേപ്പൂർ മുനിയറായിട്ട് പൊങ്ങച്ച പറഞ്ഞ് നടക്കാൻ പാടില്ലല്ലോ. അത് ഇനി നിസാർ ആ സ്ക്രീനിലും ആ 2 മണിക്കൂർ 10 മിനിറ്റ് ഉള്ളപ്പോൾ ആ കഥാപാത്രം ആവണമല്ല. അതിന്റെ ജീവിതം ഇതിന്റെ ജീവിതത്തിന്റെ വേറൊരു ഭാഗം നമ്മൾ ഒറിജിനലി അത് പറയാൻ എപ്പോഴും പറയും, ആരോടും പറയും. സിനിമ ഇല്ലെങ്കിലും ഒരു ശത്രുക്കളും കൂടിയില്ല. ആരോ 10 ആൾ അതിനെ എതിർത്ത് പറഞ്ഞെന്നല്ലാതെ ആരും ഇല്ല. എല്ലാവർക്കും അതെ. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ 4 ആളുണ്ടല്ലോ, 5-8 ആൾ, നിങ്ങൾക്ക് അഭിപ്രായം എന്താ? പൊതുജനത്തിന്റെ ഫണ്ടൊന്നും കൊടുക്കണോ? വേണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞാൽ മതി ശക്തമായിട്ട്. നിങ്ങൾ ആരെയും സംഭവിച്ച് പറഞ്ഞാൽ നിലപാട് മാറ്റും. ആരും സംഭവിക്കും, മാറ്റി പറയും. പിന്നെന്ത് പറയാ? ഉപ്പാന്ന് പറയുമ്പോ മലയാളികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു ഭാരം നിസാറിന്റെ നടന്റെ ഉണ്ടാവില്ല. ഞാൻ എന്റെ പണിയെടുത്തു, ഒപ്പന്റെ പണിയെടുത്തു, അതെല്ലാരും ഈ അഭിപ്രായം പറയുമ്പോഴൊക്കെ എപ്പോഴും ആൾക്കാർ മാമുക്കായിട്ട് കമ്പയർ ചെയ്താണ്. അങ്ങനെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ. ഞാനൊരു വ്യക്തി സ്വതന്ത്രം, ഞാൻ ടാക്സ് കൊടുത്ത് ജീവിക്കണല്ലേ. സ്വന്തം പാസ്പോർട്ട് ആധാർ കാർഡൊക്കെ ഉള്ളതല്ലേ, ഇന്ത്യൻ പൗരനല്ല. എനിക്ക് പറയാം, എനിക്ക് എന്റെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് നിങ്ങളെ സ്വാതന്ത്ര്യം ഉണ്ട്, അത് അത്രേ ഉള്ളൂ. പടങ്ങൾ പറയും, അഭിപ്രായം ഉണ്ട്. പടം എങ്ങനെ കൊള്ളാലോ, അപ്പൊ പിന്നെ മതി. ഇനി സിനിമയിൽ സജീവമായിട്ട് ഉണ്ടാവും, വിളിക്കുന്നതിനനുസരിച്ച് ഉണ്ടാവും. എനിക്ക് ഞാൻ എന്നോട് പറഞ്ഞ പണിയെടുത്ത മാതിരി അന്നും തോന്നില്ല, എന്നും തോന്നുന്നുള്ളൂ. ഞാൻ അങ്ങനെ തോന്നുള്ളൂ. ഉണ്ടാവും, സജീവമായിട്ട് വിളിച്ചാലുണ്ടാവും, കാണികൾ സ്വീകരിച്ചാലുണ്ടാവും. ഇല്ല വെറുതെ പറയാൻ പോലെ. എനിക്ക് അങ്ങനെ ഫോണും ഭാര്യനും കുട്ടികളും ഇമ്മനൊന്നും വിട്ട് നിൽക്കാൻ കഴിയില്ല. ബിഗ് ബോസ് മോശം എന്നല്ല പറഞ്ഞേ, എനിക്ക് വീടും കൂടി മൊബൈലും ഒന്നുമില്ല ജയിക്കാൻ കഴിയില്ല. ഇതിപ്പോ സർക്കാർ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ മന്ത്രിസഭയിൽ രമേശ് പിഷാരടി പറഞ്ഞായിരുന്നു, നിങ്ങള് അത് സ്മാരകം എന്ന് ഉദ്ദേശിക്കുന്ന പ്രതിമ മാത്രമല്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പൊ അതിനോട് ഞാൻ ആ വിവാദം പറയണ്ട. സ്മാരകം എന്ന് ഉദ്ദേശിക്കുന്ന അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടിന്റെ പേര് പറഞ്ഞ ലോകം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു. ജനസമ്പർക്ക പരിപാടികൾ, കോക്ലിയർ ഇംപ്ലാന്റേഷന് എല്ലാ സാധനങ്ങളും ചെയ്തതല്ല അയാൾ. ഉമ്മൻചാണ്ടി ചെയ്തതല്ലേ. ഉമ്മൻചാണ്ടിനെ പറ്റില്ലല്ലോ. അപ്പൊ ഉമ്മൻചാണ്ടിന്റെ ഫാമിലി KMCC കംപ്ലൈന്റ് പറഞ്ഞല്ലോ. ഉമ്മൻചാണ്ടിനേക്കാളും വലിയ ആരാള് നിങ്ങൾ പറഞ്ഞേര്? പാർട്ടി കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടി ഉമ്മൻചാണ്ടിക്ക് അപ്പുറത്താണോ ഈ പറഞ്ഞ ആളെന്ന് ചോദിക്കണുള്ളൂ. ആണോ? എല്ലാം ഞാൻ ശക്തമായിട്ട് പറയണം, അത്രേ ഉള്ളൂ. അതിന്റെ വിധത്തിന് മറുപടി ഇല്ലേ? അവിടെ വിവാദം വിടാം. അപ്പൊ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം. ക്ലാക്ലി നസ്രിയ തിരിഞ്ഞു നോക്കി ഞാനുണ്ട്. ഇന്നും നിങ്ങൾ എല്ലാവരും കണ്ട് സഹായിച്ചു വന്ന ഞാൻ പോരെ. അപ്പൊ അതിനായിട്ട് ബേപ്പൂർ മുനീർ വർക്ക്ഷോപ്പ്, ബേപ്പൂർ മൂസ വർക്ക്ഷോപ്പ് അതാണ് BMW. ബേപ്പൂർ മൂസ വർക്ക്ഷോപ്പ് BMW. ഇത് വേണോ എല്ലാവർക്കും? വരാനിരിക്കുന്ന പ്രൊജക്ട് ഖലീഫ, ഡാൻസ് ഓഫ്, ഏണി, ഓപ്രേമ, 4 പടം വരാനിരിക്കുന്നുണ്ട്. ഇനി പുതിയ പടങ്ങൾ പറഞ്ഞതുകൊണ്ട് അങ്ങനെ. ഖലീഫയില് നായകന് പൃഥ്വിരാജ്, പിന്നെ മോഹൻലാൽ, അങ്ങനെയൊക്കെ പോരെ. താങ്ക് യു അലി. ബാക്കി വിത്ത് അലി, വിത്ത് നിസാർ. എന്നാ ഓക്കെ, അസ്സലാമു അലൈക്കും. മൈക്കെടുക്കണ എന്താണ്?